നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. കേരള രാഷ്ട്രീയത്തിൽ മറക്കാനാവാത്ത ചില വാചകങ്ങളാണ് ഇത്. ഈ ഒരു ഡയലോഗിന് ശേഷം ഒരുപാട് ട്രോളുകൾ, ഒരുപാട് പരിഹാസങ്ങൾ സുരേഷ് ഗോപി ഏറ്റുവാങ്ങിയിരുന്നു. ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം തൃശ്ശൂരും എടുത്തുകൊണ്ട് സുരേഷ് ഗോപി പോയിരിക്കുകയാണ്. ഇനി സുരേഷ് ഗോപി ഏത് ജില്ലയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതിൻ്റെ സൂചനകൾ അദ്ദേഹം വ്യക്തമായി നൽകി. ഇനി സുരേഷ് ഗോപി നോട്ടമിട്ടിരിക്കുന്നത് കണ്ണൂരാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തട്ടകത്തിലെത്തി സുരേഷ് ഗോപിയുടെ നിർണായക പ്രഖ്യാപനം. കണ്ണൂരും എനിക്ക് തരണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഇ.കെ. നായനാരുടെ ഗൃഹസന്ദർശനത്തിനിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. വ്യക്തിബന്ധങ്ങൾ മുറിച്ചു മാറ്റാനാവുന്നതല്ല എന്ന് സുരേഷ് ഗോപി ഇ.കെ. നായനാരുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇ.കെ. നായനാരുടെ കുടുംബവുമായി തനിക്ക് നേരത്തെ ബന്ധമുണ്ട്. ഇതിനു മുൻപും ആ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ അന്ന് ഇക്കാര്യം ചർച്ചയാക്കിയില്ല. ഇപ്പോൾ മന്ത്രിയായതിനാലാണ് തന്റെ വരവും പോക്കും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയോട് തനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. കണ്ണൂരും തനിക്ക് തരണമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ടവരോട് തനിക്ക് താല്പര്യമുണ്ട്. എല്ലാവരുടെയും വികസനമാണ് താൻ ലക്ഷ്യമിടുന്നത്. എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ബി.ജെ.പി. സ്ഥാപക നേതാവായ കെ.ജി. മാരാരുടെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി ഹാരമണിയിച്ചു. ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. രഞ്ജിത്ത്, ദേശീയ കൗൺസിൽ അംഗം സി. രഘുനാഥ്, ജില്ലാ പ്രസിഡന്റ് എൻ. ഹരിദാസ്, നേതാക്കളായ ബിജു ഏളക്കുഴി, എം.ആർ. സുരേഷ് എന്നിവർ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. രാവിലെ 11:15 മാടായി കാവിൽ ദർശനം നടത്തി സുരേഷ് ഗോപി. രാവിലെ 6 മണിയോടെ തളി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തിയിരുന്നു. പറശ്ശിനിക്കടവിലേക്ക് പോയി. അതിനുശേഷം കല്യാശ്ശേരിയിൽ ഇ.കെ. നായനാരുടെ വീട് സന്ദർശിച്ചു. പള്ളിക്കുന്ന് രാജേന്ദ്ര നഗറിൽ കഥാകൃത്ത് ടി. പത്മനാഭനെ സന്ദർശിച്ചു. മണത്തണയിൽ അന്തരിച്ച ബി.ജെ.പി. നേതാവ് പി. മുകുന്ദന്റെ വീടും സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു. എന്തായാലും കണ്ണൂരിലെത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ണൂരും എനിക്ക് തരണം, കണ്ണൂരും എനിക്ക് വേണമെന്നാണ്. അദ്ദേഹം നേരത്തെ കണ്ണൂർ ജില്ലയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി.ജെ.പി. നേതൃത്വത്തിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഈ ഒരു താല്പര്യം പ്രകടിപ്പിച്ചതുകൂടി നിലനിൽക്കവെയാണ് കണ്ണൂരും തനിക്ക് വേണമെന്നൊരു പ്രഖ്യാപനം സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പി. പ്രവർത്തകർ ഒരുക്കിയത്. രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലാണ് സുരേഷ് ഗോപി വിമാനമിറങ്ങിയത്. ആർപ്പുവിളികളോടെയാണ് ബി.ജെ.പി. പ്രവർത്തകർ സുരേഷ് ഗോപിയെ വരവേറ്റത്. എം.ടി. രമേശ് ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിയെ വരവേൽക്കാനായി എത്തി. ഇന്ന് രാവിലെ അദ്ദേഹം കോഴിക്കോട് തളി ശിവക്ഷേത്രം സന്ദർശിച്ചു. 6:30 മന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം ആർ.ജി. ഭവനിലെത്തി ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിനൊപ്പം എന്തിനും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കെല്ലാം മക്കളും മറുപടിയുമായി രംഗത്ത് വരാറുണ്ട്. കുടുംബവും തനിക്കൊപ്പവും ഉള്ള കാര്യവും ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. അതേസമയം കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ഒരുപാട് പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അതായത് കേരളത്തിൽ എയിംസ് കൊണ്ടുവരികയാണ് തൻ്റെ പ്രഥമ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല 2016 എയിംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ നിലപാട് താൻ അറിയിച്ചതാണ്. മുഖ്യമന്ത്രി കൂടി വിചാരിച്ചാൽ എയിംസ് കേരളത്തിലേക്ക് എത്തും എന്നതടക്കമുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. മാത്രമല്ല പെട്രോളിയം, അതായത് ഈ കൊല്ലത്ത് പെട്രോളിൻ്റെ ശേഖരമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സത്യമാണോ വാസ്തവമാണോ അതെന്താണ് എന്ന് താൻ അന്വേഷിക്കും. താൻ കേരളത്തിന് മാത്രം എം പി അല്ല, തമിഴ്നാടിൻ്റെ കൂടി എം പി ആണ് എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നലെയാണ് അദ്ദേഹം വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തത്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത്. രാവിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയ സുരേഷ് ഗോപിയെ മന്ത്രി ഹർദീപ് സിംഗ് പുരി സ്വീകരിച്ച് ചുമതല കൈമാറുകയായിരുന്നു. ശേഷമാണ് ടൂറിസം മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.